ഫിസിയോളജി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ വി ആർ റിപ്പീറ്റിംഗ് ദ സെയിം എക്സ്പെരിമെൻറ്റ് n times and we are observing success or failure and we are counting the number of success and we are finding the probability of number of success out of n trials. ഓക്കെ, പക്ഷേ അപ്പം നമുക്കറിയാം നമ്പർ ഓഫ് സക്സസ് അത് ആ മാക്സിമം ട്രയലിൻ്റെ എണ്ണത്തിന് എത്രയേ വരുള്ളൂ. ഇപ്പോൾ n ആണ് ട്രയലെങ്കിൽ നമ്പർ ഓഫ് സക്സസ് എക്സ് എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 എക്സെട്ര n വരെ വരാം. പക്ഷേ നമ്മളൊരു നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു ഫിക്സഡ് നമ്പർ ആയിരിക്കില്ല. 0 ആകാം, 1 ആകാം, 2 ആകാം, 3 ആകാം, എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി വരെ വരാം. അല്ലെങ്കിൽ നമ്പർ ഓഫ് ബർത്ത്സ് അവർ ഡ്യൂറിങ് എ ഗിവൺ ഡേ, ജനനത്തിൻ്റെ നമ്പർ, അല്ലെങ്കിൽ നമ്പർ ഓഫ് വെഹിക്കിൾസ് പാസിംഗ് ത്രൂ എ പർട്ടിക്കുലർ ജംഗ്ഷൻ, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എമിറ്റഡ് ബൈ എ റേഡിയോ ആക്റ്റീവ് സോഴ്സ് ഇൻ എ ഗിവൺ ടൈം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ബാക്ടീരിയസ് പ്രസൻറ്റ് ഇൻ എ ലാമിന. അപ്പോൾ അതെല്ലാം അതിനൊക്കെ വരാൻ സാധ്യതയുള്ള നമ്പർ എന്ന് പറയുന്നത് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. 0, 1, 2, 3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി വരെ. അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമുക്കൊരു ഫൈനൈറ്റ് നമ്പർ അല്ല, ഇൻഫിനിറ്റ് നമ്പർ വരെ നമുക്ക് പോസിബിൾ ആകുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ബേസിക് പ്രോപ്പർട്ടി എന്താണ്? പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ബേസിക് പ്രോപ്പർട്ടി എന്താണ്? ദ ഡിസ്ട്രിബ്യൂഷൻ കറസ്പോണ്ടിങ് ടു എ റാൻഡം വേരിയബിൾ എക്സ് വെയർ എക്സ് ഈസ് ദ നമ്പർ ഓഫ് ഇവൻറ്റ്സ് ഇൻ എ ഗിവൺ ഇൻ്റർവെൽ. ഓക്കെ, അല്ലെങ്കിൽ ഒരു ടൈം പീരിയഡിലുള്ള നമ്പറാണ് ഇവിടെ നമ്മൾ എടുക്കുന്ന റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ എക്സ് എന്ന റാൻഡം വേരിയബിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ഇവൻറ്റ്സ്, നമ്പർ ഓഫ് ബാക്ടീരിയസ് പ്രസൻറ്റ് ഇൻ പർട്ടിക്കുലർ ലാമിന, number of vehicle crossing in a junction, number of telephone calls received at a telephone exchange, etc. That number can be in between 0 and infinity. Okay, so such number is a random variable. The random variable corresponding to that numbers may be denoted as x and called Poisson random variable, and the distribution corresponding to that random variable x is called Poisson distribution. മനസ്സിലായില്ലേ? അപ്പോൾ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പ്രത്യേകത എന്താണ്? ആ കറസ്പോണ്ടിങ് റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് 0 മുതൽ ഇൻഫിനിറ്റി വരെ ആകും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ആ നമ്പർ എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ ആയിരിക്കും. ആ റാൻഡം വേരിയബിളാണ് നമ്മൾ എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കറിയാം ഒരു റാൻഡം വേരിയബിൾ ഉണ്ടെങ്കിൽ അതിനൊരു മീൻ വാല്യൂ ഉണ്ടാവും, വേരിയൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ മീൻ നമ്മൾ ലാംഡ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. സോ ലാംഡ റെപ്രസെൻറ്റ് മീൻ ഓഫ് ദി റാൻഡം വേരിയബിൾ എക്സ്. അപ്പോൾ നമ്മൾ പോയ്സോൺ എന്ന് പറയണമെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം? പോയ്സോൺ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർമാറ്റിൻ്റെ പ്രത്യേകത വെച്ചിട്ടാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു NCX P⁻x 1 - P⁻n - x ആണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ്റെ ഫോമെങ്കിൽ നമ്മളതിനെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഫോർമാറ്റ് വേറെ ടൈപ്പാണ്. ആ ഫോർമാറ്റാണ് നമ്മൾ അടുത്ത് കാണുന്നത്. ഇതാണ് ഫോർമാറ്റ്. P(x) = x = e⁻ λ (x/x factorial). ഇത് ആക്ച്വലി എന്താണ്? ഇത് പ്രോബബിലിറ്റിയാണ്. എക്സ് 0 ആണുള്ള പ്രോബബിലിറ്റി എന്താണ്? e⁻ λ λ(0/0 factorial). എക്സ് 1 ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? e⁻ λ λ(1/1 factorial). ലാംഡ എന്ന് പറഞ്ഞാൽ മീൻ ഓഫ് ദി റാൻഡം വേരിയബിൾ എക്സ്. ഓക്കെ,
സോ ഇഫ് ദ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, അതായത് പ്രോബബിലിറ്റി ഓരോ വേരിയബിൾ വാല്യൂവിൻ്റെയും പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത് ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണെങ്കിൽ, പി ഓഫ് എക്സ് ഈക്വൽ എക്സ് ഇ റേഷ്യോ മൈനസ് ലാംഡ ലാംഡ റേഷ്യോ എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണെങ്കിൽ, നമ്മൾ ആ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിനെ പറയും പോയിസോൺ റാൻഡം വേരിയബിൾ എന്നും, ഈ ഡിസ്ട്രിബ്യൂഷനെ പറയും പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഫോർമാറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഏത് ഡിസ്ട്രിബ്യൂഷനാണ് ഏതാണ് എന്ന് പറയുക. വിചാരിക്കുന്നു ക്ലിയർ ആണോ? സാന്ദ്ര ടു യു, സാന്ദ്ര ടു യു, സാന്ദ്ര ടു യു. ഹലോ ഹലോ, ക്ലിയർ ആണോ? ഹിബ 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 ഹിബ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അടുത്തതിലേക്ക് പോവാം അല്ലേ? അശ്വതി ലക്ഷ്മി, അശ്വതി ലക്ഷ്മി ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഇതിന്റെ ഫോർമാറ്റ് നോക്കി, ഇപ്പോ നമ്മളെ ഓരോരുത്തരെ പേര് വിളിക്കും. അപ്പൊ ഞാൻ വിളിച്ചോലെ അശ്വതി, അശ്വതി എന്ന് ഞാൻ വിളിച്ചു, ഹിബ എന്ന് വിളിച്ചു, സാന്ദ്ര എന്ന് വിളിച്ചു. അപ്പൊ അത് എന്ന് പറഞ്ഞ പോലെ ഈ ഫോർമാറ്റിൽ പറയും പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഈ രീതിയിലാണെങ്കിൽ നമ്മൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഓക്കെ, ഓക്കെ, അതൊരു എക്സാമ്പിളാണ്, ഞാൻ പിന്നെ ഡിസ്കസ് ചെയ്യാം. നോ, ലാംഡ എന്താണ്? ലാംഡ എന്ന് പറഞ്ഞാൽ മീൻ ഓഫ് ദി റാൻഡം വേരിയബിൾ എക്സ്, പോയിസോൺ റാൻഡം വേരിയബിൾ എക്സ്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ് ഫോളോസ്, എക്സ് പോയിസോൺ ഡിസ്ട്രിബ്യൂട്ടർ ആണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറയും എക്സ് ഫോളോസ് പി ഒ ബ്രാക്കറ്റിൽ ലാംഡ. ലാംഡ ഇസ് പാരാമീറ്റർ ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ. പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ അൺനോൺ കോൺസ്റ്റൻസ് എന്നാണ് അർത്ഥം. ഇപ്പം ഇവിടെ ഈ ലാംഡ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ആണ്, മീൻ ആണ്. വി സേ എക്സ് ഫോളോസ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ. ഓക്കെ, ഒന്ന് രണ്ട് എക്സാമ്പിൾ നോക്കാം. Birth in a hospital occur randomly at an average rate of 1.8 birth. അപ്പോൾ ആവറേജ് റേറ്റ് എത്രയാണ്? ലാംഡ എത്രയാണ്? ആവറേജ് റേറ്റ് മീൻ ബർത്ത് എന്ന് പറയുന്നത് പെർ അവറില മീൻ ബർത്ത് എന്ന് പറയുന്നത് 1.8 ആണ്. മനസ്സിലായില്ലേ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഒബ്സർവിംഗ് 4 ബർത്ത് ഇൻ എ ഗിവൺ അവർ അറ്റ് എ ഹോസ്പിറ്റൽ? അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? ഒരു മണിക്കൂറിൽ 4 കുട്ടികൾ ജനിക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അങ്ങനെ സാധ്യല്ല. ആവറേജ് ആണ് 1.8 എന്ന് പറഞ്ഞത്. ഒരു ദിവസത്തിൽ 5-6 മണിക്കൂറുണ്ട്, അതിൽ ആവറേജ് ആണ്. ചിലപ്പോൾ ഒരു മണിക്കൂർ 2 പേരാണെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്കൂർ ആരും ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു മണിക്കൂറിൽ 4 പേരായിരിക്കും, ചിലപ്പോൾ ഒരു മണിക്കൂർ വേറൊരു മണിക്കൂറിൽ 3 പേരായിരിക്കും. അപ്പോൾ ആവറേജ് കണക്കാണ് 1.8. ഓക്കെ, അങ്ങനെയാണ് ചോദ്യം. ഇതാണ് ആ ഹോസ്പിറ്റലിൽ ഒരു മണിക്കൂറിൽ 4 പേര് ജനിക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്? മനസ്സിലായില്ലേ? അപ്പോൾ എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്തു. എക്സ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ബർത്ത് ഇൻ എ ഗിവൺ അവർ. ഓക്കെ, സോ മീൻ റേറ്റ് തന്നിട്ടുണ്ട്, ലാംഡ ഈക്വൽ ടു 1.8. ഇവിടെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാം? എക്സ് ഫോളോസ് പോയിസോൺ 1.8. സോ യു ക്യാൻ യൂസ് ദ ഫോർമുല ദാറ്റ് ഈസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 4. എന്താണ്? ഇ റേഷ്യോ മൈനസ് ലാംഡ ലാംഡ റേഷ്യോ എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. അപ്പോൾ ലാംഡയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇ റേഷ്യോ മൈനസ് 1.8 1.8 റേഷ്യോ 4 ബൈ 4 ഫാക്ടോറിയൽ. ഓക്കെ, so p of x equal to 4 equal to e raised to minus 1.8 1.8 raised to 4 by 4 factorial, that equals 0.0723. now അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമായി എന്താണ്? x equal to 4 വരാനുള്ള പ്രോബബിലിറ്റി, 4 കുട്ടികൾ ജനിക്കാനുള്ള പ്രോബബിലിറ്റി 0.07 ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഇതാണ്.
What is the probability of observing more than or equal to 2 births in a given hour at the hospital? രണ്ടോ അതിലധികമോ ജനനം ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അപ്പോൾ രണ്ടല്ല, 2 ആകാം, 3 ആകാം, 4 ആകാം, 5 ആകാം, 6 ആകാം, 7 ആകാം, 8 ആകാം, അങ്ങനെ എത്ര വേണേലും വരാം. അപ്പോൾ അതിൽ 2ൽ കൂടുതൽ ബർത്ത് ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? സോ ദാറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ദാറ്റ് ഈക്വൽ ടു പി ഓഫ് എക്സ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, എക്സെട്ര എല്ലാം വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? പി ഓഫ് എക്സ് ഈക്വൽ ടു 2 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 3 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 4 പ്ലസ് എക്സെട്ര. ഓക്കെ, പക്ഷേ നമുക്കറിയാം ഇതൊരു ഇൻഫിനിറ്റ് ടേംസ് ഉണ്ട്. ആ ഇൻഫിനിറ്റ് ടേംസ് മുഴുവൻ എഴുതുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റീവ് എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കണം. നമുക്കറിയാം ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, അതായത് 0യുടെയും 1ൻ്റെയും 2ൻ്റെയും 3ൻ്റെയും എല്ലാത്തിൻ്റെയും കൂടി കൂടി എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അങ്ങനെയാവുമ്പോൾ നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2ൻ്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? 1ൽ നിന്ന് എക്സ് ലെസ് ദാൻ 2ൻ്റെ പ്രോബബിലിറ്റി കുറച്ചാൽ മതി. അതായത് 0യുടെയും 1ൻ്റെയും പ്രോബബിലിറ്റി അങ്ങ് എടുത്ത് മാറ്റുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1ൽ നിന്ന് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2ഓ അതിലധികമോ ബർത്ത് ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി കിട്ടും. സോ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു പി ഓഫ് എക്സ് ഈക്വൽ ടു 2 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 3 പ്ലസ് എക്സെട്ര. ദാറ്റ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ 2. ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയതുകൊണ്ട് 1ൽ നിന്ന് നമുക്ക് ബാക്കിയുള്ള പ്രോബബിലിറ്റി കുറച്ചാൽ മതി. ഓക്കെ, സോ ബാക്കിയുള്ള ഏതാണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1. സോ ജസ്റ്റ് subtract that. So that equal to 1 minus p of x equal to 0 plus p of x equal to 1. So that equal to 1 minus, just to substitute that, e raised to minus 1.8 raised to 0. കാരണം x equal to 0 കൊടുക്കുമ്പോൾ എന്താ വരിക? നേരത്തെ ഫോർമാലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതുപോലെ എഴുതിയാൽ മതി. e raised to minus 1.80 by 0 factorial plus e raised to minus 1.8 into 1.8 raised to 1 by 1 factorial. Okay, so just to compute that values, നമുക്ക് കാൽക്കുലേറ്റർ ഒക്കെ ഉപയോഗിച്ച് പിടിക്കാം. കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടും? 1 മൈനസ് ആ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 0.16529, അതുപോലെ തന്നെ 0.29753 എന്ന് വരും. ഓക്കെ, അപ്പോൾ അത് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 0.537 കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ എക്സ് ജനനം 2ഓ അതിലധികമോ വരാനുള്ള പോസിബിലിറ്റി തന്നെ 0.537 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിച്ചു. അപ്പോൾ ഇങ്ങനെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇങ്ങനെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ അത് ആ പ്രോബബിലിറ്റി ഉപയോഗിച്ച് ഹോസ്പിറ്റലിന് ഡിസിഷൻ എടുക്കാം. ഇപ്പോൾ നമുക്കറിയാം 2ഓ അതിലധികമോ ജനനം ഉണ്ടാകുന്നൊരു ചാൻസ് കിട്ടി. 0.5 കൂടുതലാണ്, പകുതിയിലേറെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത്ര മെറ്റീരിയൽസ് അവിടെ വാങ്ങിച്ച് ആ കുട്ടികളെ നോക്കാനുള്ള അത്ര മെറ്റീരിയൽസ് ആ ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യാം. അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് ഒരുക്കാം. അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള ആളുകളെ ഡെപ്യൂട്ട് ചെയ്യാം. അത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രോബബിലിറ്റി കൊണ്ടുള്ള ഗുണം അതാണ്. ഇങ്ങനെ ഒരു പ്രോബബിലിറ്റി കണ്ടു കഴിയുമ്പോൾ അതിനനുസരിച്ച് ആക്ഷൻ എടുക്കാം. ഓക്കെ, അടുത്തത് വേറൊരു ചോദ്യമാണ്. സപ്പോസ് ദെയർ ഈസ് എ ഡിസീസ്, ഇപ്പം നമ്മൾ കൊറോണ പോലത്തെ ഒരു ഡിസീസ്, ഹൂസ് ആവറേജ് ഇൻസിഡൻസ് ഈസ് 2 per million പീപ്പിൾ. 1 million പീപ്പിൾ 2 പേർക്കാണ് അത് വരിക. ക്ലാസ്സിലാണല്ലോ. അത് സെപ്പറേറ്റ് ഒന്ന് അയച്ചു. അപ്പം ഞാൻ അതിൽ ആവശ്യത്തിന് എഴുതിക്കോളാം. അത് മതി. അതിൽ പേപ്പറിൻ്റെ ഡീറ്റെയിൽസ് എഴുതണ്ട, ബാക്കിയൊക്കെ അയച്ചു. പേഴ്സണൽ ഡീറ്റെയിൽസ് ബാക്കിയെല്ലാം അയച്ചു. അത് സൈൻ ചെയ്ത് അയച്ചു കേട്ടോ. ആയിക്കോട്ടെ. അതല്ലാതെ അതായത് പേപ്പറിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാതെ നമ്മുടെ ഡീറ്റെയിൽസ് മാത്രമുള്ള ഒരു ഇതായിരിക്കും. അപ്പോൾ അതിൽ ഞാൻ എഴുതി ചേർത്തോളാം. സോ ദിസ് ഈസ് ദ കേസ് ഫോർ ആവറേജ് ഇൻസിഡൻസ് ഓഫ് ഡിസീസ് 2 per million. 2 പേർക്ക് 1 million ആണ്. So what is the probability that a city of 1 million people has at least twice the average incidence?
മനസ്സിലായില്ലേ? അപ്പം ആവറേജ് ഇൻസിഡൻറ്റിനേക്കാൾ ഇരട്ടിയേക്കാൾ കൂടുതൽ വരാനുള്ള ചാൻസ് എന്താണ്? അപ്പോൾ ആവറേജ് ഇൻസിഡൻസ് എന്താണ്? 2 ആണ്. അപ്പോൾ ഇരട്ടി എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ ഇനി നമുക്കൊരു റാൻഡം വേരിയബിൾ റെപ്രസെൻറ്റ് ചെയ്യാം എക്സ്. സോ എക്സ് ഈസ് ദ നമ്പർ ഓഫ് കേസസ് ഇൻ 1 million പീപ്പിൾ. അതാണ് നമ്മൾ എടുക്കുന്ന റാൻഡം വേരിയബിൾ. എക്സ് ഈസ് ദ നമ്പർ ഓഫ് കേസസ് ഇൻ 1 million പീപ്പിൾ. ഹാസ് എ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ 2. അപ്പോൾ ഇവിടെ ആവറേജ് 2 തന്നുകൊണ്ട് പാരാമീറ്റർ 2 ആയിട്ട് എടുത്തു. ലാംഡ ഈക്വൽ ടു 2. ഓക്കെ. സോ എക്സ് ഈസ് ദ നമ്പർ ഓഫ് കേസസ് ഇൻ 1 million പീപ്പിൾ, ഹാസ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ. ദെൻ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? ഇരട്ടിയേക്കാൾ കൂടുതൽ ആളുകൾക്ക് രോഗം വന്നിട്ടുണ്ടാകാൻ ചാൻസ് എന്താണ്? ആവറേജിനേക്കാൾ ഇരട്ടി ആളുകൾക്ക്, ആവറേജിൻ്റെ ഇരട്ടിയേക്കാൾ കൂടുതൽ ആളുകൾക്ക്, അത് ആവറേജ് 2 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി 4, 4നേക്കാൾ കൂടുതൽ ആളുകൾക്ക് രോഗം വരാനുള്ള സാധ്യത എന്താണ്? അതാണ് ചോദ്യം. അപ്പോൾ അങ്ങനെ ഒരു പ്രോബബിലിറ്റി കണ്ടുപിടിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ പ്രോബബിലിറ്റി ഉപയോഗിച്ച് നമുക്ക് ആക്ഷൻ എടുക്കാം. ഡോസുകൾ കൂടുതൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ മരുന്നുകൾ കൂടുതൽ ഓർഡർ ചെയ്യാം. അപ്പോൾ ചോദ്യം ഇതാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി എക്സ് ഈസ് ദ നമ്പർ ഓഫ് കേസസ് ഇൻ 1 million പീപ്പിൾ, ദാറ്റ് ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. സോ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 അതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് ഈക്വൽ ടു 1 മൈനസ് അത് നമുക്കറിയാം. ടോട്ടൽ പ്രോബബിലിറ്റിയിൽ നിന്ന് ബാക്കിയുള്ള കുറച്ചാൽ മതി. എക്സ് പറഞ്ഞാൽ 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകും. അപ്പോൾ അത് നമുക്ക് എളുപ്പമല്ല കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിന് പകരം അതുവരെ അല്ലെങ്കിൽ അതിന് മുമ്പ് വരെ ഉള്ള പ്രോബബിലിറ്റി കുറയ്ക്കുക. ദാറ്റ് ഈസ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ്, നമ്മൾ പഠിച്ചാണ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്ന പോലെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഓക്കെ. സോ ദാറ്റ് ഈക്വൽ ടു 1 മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം. 0യുടെ പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. എന്താണ്? ഇ റേസ് മൈനസ് ലാംഡ, ലാംഡ റേസ് 0/0 ഫാക്ടോറിയൽ. ഇവിടെ ലാംഡ 2 ആയതുകൊണ്ട് ഇ റേസ് മൈനസ് 2, 2 റേസ് 0/2 ഫാക്ടോറിയൽ. അതിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ റേസ് 2 മൈനസ് ലാംഡ, ലാംഡ റേസ് 1/1 ഫാക്ടോറിയൽ പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 3, എക്സ് ഈക്വൽ ടു 2 അതെന്താണ്? ഇ റേസ് മൈനസ് ലാംഡ, ഇ റേസ് മൈനസ് 2, 2 റേസ് 2/2 ഫാക്ടോറിയൽ പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 3. അപ്പോൾ 0യുടെയും 1ൻ്റെയും 2ൻ്റെയും 3ൻ്റെയും പ്രോബബിലിറ്റി അങ്ങ് കുറയ്ക്കുക. അപ്പോൾ അത് 4 കൂടി ചേരുന്നതാണ് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അതുകൊണ്ടാണ് ഇവിടെ എങ്ങനെ ആഡ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. തൊട്ട് മുകളിൽ എഴുതിയ പോലെ ഇതേപോലെ ഈ പ്രോബ്ലത്തിന് ഓരോ ടൈം എഴുതിയിട്ടുണ്ട്, ഈ പ്രോബ്ലത്തിൽ എഴുതിയിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ അതേപോലെ എഴുതിയാൽ മതി നിങ്ങൾ എഴുതുമ്പോൾ. So this 4 terms are added and subtracted from 1, that is you will get 1.143. Okay, 0.143. അപ്പോൾ അതാണ് ചോദ്യത്തിൻ്റെ ഉത്തരം. ഇരട്ടിയേക്കാൾ കൂടുതൽ ആളുകൾക്ക് രോഗം വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.143 ആണ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മുടെ പ്രാക്ടിക്കൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. ഇപ്പോൾ WHO ആണെങ്കിലും അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ആണെങ്കിലും ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് വെച്ചിട്ട് കമ്പ്യൂട്ടേഷൻ നടത്തിയതിന് ശേഷമാണ് അവർ ആക്ഷൻ എടുക്കുക. മനസ്സിലായില്ലേ? നിങ്ങൾ സൈക്കോളജിക്കാണെങ്കിലും അതൊക്കെ വേണം. സൈക്കോളജിയിലൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. പല റിസർച്ച് ചെയ്യുന്ന ആളുകളായിട്ട് ഞാൻ ഡിസ്കഷൻ നടത്താറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അവരുടെ ടൂള്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? അമൽ, ചിന്നുമോൾ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് MSc ലെവൽ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു. ഓക്കെ. സോ നെക്സ്റ്റ് വി മൂവ് ടു അനദർ. അതതിൻ്റെ ഷേപ്പാണ്. ഇപ്പോൾ നമ്മൾ എന്താണ് ഓരോ വാല്യൂവിനും പ്രോബബിലിറ്റി എത്ര വരും എന്നുള്ളത് നമ്മൾ ഇതേപോലെ ലാംഡ ഒക്കെ വ്യത്യാസപ്പെടുത്തി എടുക്കുമ്പോൾ ഇപ്പോൾ പി ഓഫ് 3 ലാംഡ 3 എടുക്കുമ്പോൾ 0.05 അടുത്തായിരിക്കും. 1ൻ്റെ പ്രോബബിലിറ്റി 0.15 അടുത്തായിരിക്കും. അതുപോലെ തന്നെ 2ൻ്റെ പ്രോബബിലിറ്റി ഇത്ര ഉണ്ടാവും, 3ൻ്റെ 0.2ൻ്റെ അടുത്തായിരിക്കും, 4ൻ്റെ 5ൻ്റെ അങ്ങനെ ഒരു ഫോർമാറ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അതുപോലെ ലാംഡ 5 എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഫോർമാറ്റ്,
ലാംഡ 10 എടുക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ഫോർമാറ്റ് എന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി കൊടുത്തു എന്ന് മാത്രം കേട്ടോ. ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കാം, നിങ്ങൾക്കൊരു ഷേപ്പ് അറിയാൻ വേണ്ടി, എങ്ങനെയാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ കിടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ മുകളിലേക്ക് പോയിരിക്കുന്നതൊക്കെ പ്രോബബിലിറ്റി വാല്യൂ, താഴെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് സ്മോൾ എക്സിൻ്റെ വാല്യൂസ് ആണ്. 0, 1, 2, 3 എക്സെട്ര അങ്ങനെ പറയുന്ന വാല്യൂസ് എല്ലാം കാണിച്ചിട്ടില്ല, ജസ്റ്റ് വലിയ വലിയ വാല്യൂസേ കാണിച്ചിട്ടുള്ളൂ മാത്രം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ് കിടക്കുക. ഈ ഷേപ്പിൻ്റെ പ്രത്യേകം ഉണ്ടോ, ഈ ലാംഡയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പോൾ 3-ൽ നിന്ന് 5-ലേക്ക് പോയി, 5-ൽ നിന്ന് 10-ലേക്ക് പോയി. അപ്പോൾ ഇതൊരു സിമെട്രിക് ബെൽ ഷേപ്പ്ഡ് കർവായി വരുന്നുണ്ട് ഏകദേശം. അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ റിസൾട്ടാണ്, അത് പിന്നീട് പഠിക്കാം. അതായത് പോയിസോൺ ടെസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ടെൻ ടു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. നോർമൽ എന്ന് പറഞ്ഞാൽ ബെൽ ഷേപ്പ്ഡ് സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ, അത് പിന്നീട് നമ്മൾ പഠിക്കും. അപ്പോൾ പോയിസോണിൻ്റെ ബേസിക് കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, 2 പ്രോബ്ലം പഠിച്ചു. ഇനി അതിൻ്റെ പ്രത്യേകത, ഈ ഷേപ്പിൽ നിന്നുള്ള പ്രത്യേകത എടുത്തെഴുതിയിരിക്കുകയാണ്. യൂണി മോഡൽ എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം അത് ഉയർന്ന് പൊന്തി താന്നിട്ടുള്ളൂ. പല പ്രാവശ്യം ഉയർന്നും പൊന്തി നിൽക്കുന്ന പല ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്, പക്ഷേ ഇവിടെ ഒറ്റ പ്രാവശ്യമാണ് മുകളിലേക്ക് പോയി പിന്നെ താന്നു വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇനി യൂണി മോഡൽ എന്ന് പറയുക. പിന്നെ പോസിറ്റീവ് സ്ക്യൂനെസ് പഠിച്ചല്ലോ. പോസിറ്റീവ് സ്ക്യൂ ഈ ഇടതുവശത്തോട്ട് ചാർന്ന് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ, അല്ലെങ്കിൽ വലതുവശത്തേക്ക് കുറച്ച് സ്ലോപ്പ് കൂടുതലായതുകൊണ്ട് നമ്മൾ പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയും. ഈ ആദ്യത്തെ ഷേപ്പും രണ്ടാമത്തെ ഷേപ്പ് ഏകദേശം പോസിറ്റീവ്ലി സ്ക്യൂഡാണ്. മൂന്നാമത്തെ വന്നപ്പോൾ ഏകദേശം സിമെട്രിക് ആയി. അപ്പോൾ അത് ആ ലാംഡ വാല്യൂ കൂടുന്നതിനനുസരിച്ച് അങ്ങനെ സിമെട്രിക് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ പോസിറ്റീവ്ലി സ്ക്യൂഡാണ്. ഇനി ആ സെൻറ്റേഡ് റഫ്ലി അബൌട്ട് ലാംഡ. ഇപ്പോൾ ലാംഡ വാല്യൂ ഇപ്പോൾ നോക്കിയാൽ 3 എടുത്തിരിക്കുന്നത്. ഇതിൽ 3-ന്റെ സെൻറ്ററിലാണ് ഏകദേശം കിടക്കുന്നത്. ഇവിടെ 0 മുതൽ ഒരു 10 വരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വന്നിരിക്കുന്നത് ഏകദേശം ഏറ്റവും ഉയരം വന്നിരിക്കുന്നത് 3-ന്റെയും 4-ന്റെ ഇടയ്ക്കാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം സെൻറ്റേഡ് അബൌട്ട് 3. ഈ രണ്ടാമത്തെ പിക്ചറിൽ സെൻറ്റേഡ് അബൌട്ട് എന്താണ് 5 ആണ്. 5-ന്റെ അപ്പുറം ഇപ്പുറയാണ് കൂടുതൽ വന്നിരിക്കുക. അപ്പോൾ 5-ലാണ് ഏറ്റവും ഫ്രീക്വൻസി കൂടുതൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സെൻറ്റേഡ് അബൌട്ട് 5 എന്ന് പറയാം. ഇത് സെൻറ്റേഡ് അബൌട്ട് 10 എന്ന് പറയാം. അപ്പോൾ അതായത് ഇൻ ജനറൽ സെൻറ്റേഡ് അബൌട്ട് ലാംഡ, മനസ്സിലായില്ലേ? ഇനി ഹാവ് വേരിയൻസ് ദാറ്റ് ഇൻക്രീസസ് ആസ് ലാംഡ ഇൻക്രീസസ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പം നമുക്കറിയാം ഇതിൻ്റെ വേരിയൻസും ലാംഡ തന്നെയാണ്. മീനും വേരിയൻസും സെയിം ആണ്, മനസ്സിലായില്ലേ? അത് ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാലും എനിവേ ഇൻ ദ കേസ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ മീൻ ആൻഡ് വേരിയൻസ് ആർ സെയിം, മനസ്സിലായില്ലേ? ഇവിടെ തന്നിട്ടുണ്ട് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. ദ എക്സ്പെക്റ്റഡ് വാല്യൂ മീൻ മ്യൂ ആൻഡ് എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ സിഗ്മ. വേരിയൻസ് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ. വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. സിഗ്മയ്ക്ക് നമ്മൾ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ റൂട്ട് ഓഫ് വേരിയൻസ്. അപ്പോൾ ഇവിടെ മീനും വേരിയൻസും സെയിം ആണ്. അപ്പോൾ ഈ ഒരു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകത എന്താണ്? മീനും വേരിയൻസും സെയിം ആണ്. മീനും വേരിയൻസ് ഇൻക്രീസ് ചെയ്യും എപ്പോഴ്? ലാംഡ ഇൻക്രീസ് ചെയ്യുമ്പോൾ. നോക്കിയേ ഇതിൻ്റെ ഈ ഫിഗറിൽ നോക്കിയേ, ഇവിടെ ലാംഡ 3 ആയിരുന്നു. അപ്പം മീൻ 3 ആണ്, വേരിയേഷൻ കുറവാണ്, സ്പ്രെഡ് കുറവാണ്. ഇവിടെ ലാംഡ 5 ആണ്, അപ്പം മീൻ കൂടി കുറച്ചും കൂടി വേരിയേറ്റഡ്, കുറച്ചും കൂടി സ്പ്രെഡായി, കുറച്ചും കൂടി ഡീവിയേറ്റഡ് ആയി. ഈ 10 വന്നപ്പോൾ കുറച്ചും കൂടി സ്പ്രെഡായി, അല്ലേ? ഡിസ്ട്രിബ്യൂഷൻ്റെ സ്പ്രെഡ് കൂടി. അപ്പോൾ മീനും വേരിയൻസും കൂടുന്നതിനനുസരിച്ച് ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? സിമെട്രിക് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ കൂടുതൽ ഫ്ലാറ്റ് ആയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ സിമെട്രിക്ക് സ്പ്രെഡ് കൂടിക്കൊണ്ടിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ ലാംഡ കൂടുന്നതിനനുസരിച്ച് മീൻ കൂടും, അതുപോലെ തന്നെ ഡീവിയേഷൻ കൂടും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അഥവാ വേരിയൻസ് അല്ലെങ്കിൽ സ്ക്വയർ വേരിയൻസ് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തൊരു പ്രോബ്ലമാണ്. ഇവിടെ ചോദ്യം എന്താണ്? സപ്പോസ് വി നോ ദാറ്റ് birth in the hospital occur randomly at an average rate of 1.8 birth per hour. So what is the probability that we observe 5 birth in a given 2-hour interval? 2 മണിക്കൂറിൽ 5 ബർത്ത് വരെയാണ് പ്രോബ്ലം. അപ്പോൾ ചോദ്യം കുറച്ച് ട്വിസ്റ്റ് ചെയ്തു. സാധാരണ 1 മണിക്കൂറിൽ
നമുക്ക് ആവറേജ് റേറ്റ് 1.8 ആണ്. എന്നിട്ട് 1 മണിക്കൂറിൽ 4 ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി എത്രയെന്നാ മുകളിൽ ചോദിച്ചത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 2 മണിക്കൂറിൽ 5 ബർത്ത് ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി എന്നാണ്. അപ്പോൾ 2 മണിക്കൂറിലേക്ക് മാറ്റണം. മനസ്സിലായില്ലേ? അപ്പോൾ 1.8 ആണ് ആവറേജ് ബർത്ത് പെർ അവർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആവറേജ് ബർത്ത് പെർ 2 അവർ എന്തായിരിക്കും? അതിൻ്റെ ഇരട്ടി ആയിരിക്കും. 1.8ൻ്റെ ഇരട്ടി. അതെന്താണ്? 3.6 ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ റെഫറൻസ് 2 മണിക്കൂർ വെക്കുകയാണെങ്കിൽ പെർ 2 അവർ എന്ന് പറഞ്ഞു വെക്കുകയാണെങ്കിൽ നമ്മൾ ആവറേജ് എത്ര എടുക്കണം? 3.6 എടുക്കണം. അപ്പോൾ നമ്മളൊരു റാൻഡം വേരിയബിൾ കൺസിഡർ ചെയ്തു. y is the number of birth in a 2 hour period. So then y follows Poisson 3.6. അപ്പോൾ y equal to 5 ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? e raised to minus lambda raised to 5/5 ഫാക്ടോറിയൽ. അതായത് ഇവിടെ ലാംഡ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറിലുള്ള റേറ്റ് ആണ് എടുക്കുന്നത്. ചോദ്യം 2 മണിക്കൂറിലാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 2 മണിക്കൂറിലുള്ള റേറ്റ്. സോ e raised to minus 3.6 into 3.6 raised to 5/5 ഫാക്ടോറിയൽ. സോ ദാറ്റ് ഈക്വൽ ടു 0.13. അത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈക്വൽ ടു 0.13765. ഓക്കെ. ഇനി അതിൻ്റെ 1-2 പ്രോപ്പർട്ടി കൂടി ഞാൻ പറയാം. ഇതാണ് അതിൻ്റെ പ്രോപ്പർട്ടി. നമുക്ക് ശരിക്കും നിങ്ങളുടെ സിലബസിൽ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഡെറിവേഷനൊന്നും ആവശ്യമില്ല. ഡെറിവേഷൻ പറയുന്നില്ല. നിങ്ങളുടെ സിലബസിൽ ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നു. ജസ്റ്റ് എന്താണ് ഡിസ്ട്രിബ്യൂഷൻ തിയറി, ബൈനോമിയൽ, പോയ്സൺ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, മീൻ ആൻഡ് വേരിയൻസ് വിത്തൗട്ട് ഡെറിവേഷൻ, പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് അറിഞ്ഞിരിക്കുന്നത്. മനസ്സിലായേ? അപ്പോൾ ഇതേപോലെ നമ്മൾ ചെറിയ ചെറിയ പ്രോബ്ലംസ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡെറിവേഷനൊന്നും ഞാനത് നിങ്ങൾക്ക് തരുന്നില്ല. നിങ്ങൾക്കത് നിങ്ങൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലാത്തതുകൊണ്ട്, നിങ്ങൾ സൈക്കോളജി അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ ശരിക്കും ഡെറിവേഷൻ ഉൾപ്പെടെ പഠിക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം നമ്മൾ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും. പക്ഷെ പലപ്പോഴും ഞാൻ നിങ്ങൾ ഒരു സജഷൻ പറയാണ്, പല സൈക്കോളജി കഴിഞ്ഞിട്ടുള്ള ആളുകളും ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നന്നായിട്ട് അറിയാത്തതുകൊണ്ട് അവർക്ക് ഡാറ്റ അനാലിസിസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊരു അനാലിസിസ് കഴിയുമ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ നടത്താൻ പറ്റുന്നില്ല. ഞങ്ങളെ വിളിക്കാറുണ്ട്, പല സൈക്കോളജിസ്റ്റുകളും നമ്മളെ വിളിക്കാറുണ്ട് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അനാലിസിസ് ചെയ്ത് കൊടുക്കണം, ഇൻ്റർപ്രിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് സ്റ്റക്കാവുന്നതുകൊണ്ടാണ്, മനസ്സിലായില്ലേ, പറയാൻ പറ്റാത്തത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ചും കൂടി തിയറിയൊക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ വളർന്ന് നിങ്ങളൊരു സൈക്കോളജിസ്റ്റായി മാറുമ്പോൾ, ഞാനീ പറയുന്നതൊക്കെ നിങ്ങൾ വലുതാകുമ്പോൾ ഓർക്കണം കേട്ടോ. അതിന് വേണ്ടിയാണ് പറയുന്നത്. നിങ്ങളൊരു സൈക്കോളജിസ്റ്റായി മാറിക്കഴിയുമ്പോൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഒരു പ്രോപ്പർട്ടി. 2 ഹോസ്പിറ്റൽ ഉണ്ടെന്നായിരിക്കും. ഹോസ്പിറ്റൽ എ, അവിടെയുള്ള ആവറേജ് ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് 2.3 ആണ്. ഇനി വേറെ ഹോസ്പിറ്റൽ ബി, അവിടെയുള്ള ആവറേജ് ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് 3.1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഒരു ടൗണിൽ 2 ഹോസ്പിറ്റലാണെന്നിരിക്കുക, അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ 2 ഹോസ്പിറ്റൽ. ആ പഞ്ചായത്തിൽ ഉള്ള ടോട്ടൽ ആവറേജ് ബർത്ത് എന്തായിരിക്കും? ഇത് 2 കൂടി ആഡ് ചെയ്താൽ മതി. 2.3 3.1 കൂടി. ഒരു ഹോസ്പിറ്റലിൽ 2.3. ഉദാഹരണത്തിന് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ 2 പ്രൈവറ്റ് മെഡിക്കൽ കോളേജാണുള്ളത്, അങ്ങനെ വിചാരിക്കാം. ജൂബിലി മെഡിക്കൽ കോളേജിൽ 2.3, അമല മെഡിക്കൽ കോളേജിൽ 3.1 ബർത്ത് റേറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ചോദ്യം ചിലപ്പോൾ ആവറേജ് ബർത്ത് റേറ്റ് ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ആവറേജ് ബർത്ത് റേറ്റ് ഇൻ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഓഫ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 2.3 3.1 കൂടി ആഡ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ അതാണ് ടോട്ടൽ ആവറേജ് ബർത്ത് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം ചിലപ്പോൾ ഇതായിരിക്കും, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ആവറേജ് ബർത്ത് റേറ്റ് ഇൻ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഈസ് 5?
5 ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? മെഡിക്കൽ കോളേജിൽ, പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ ബർത്ത് റേറ്റ് 5 ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ 2 മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ മുഴുവൻ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യാം? അവിടെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് വി ഒബ്സർവ് 7 ബർത്ത് ഇൻ എ ടോട്ടൽ ഫ്രം 2 ഹോസ്പിറ്റൽസ് ഇൻ എ ഗിവൺ 1 hour പീരിയഡ്. ഒരു മണിക്കൂറിൽ ഈ 2 ഹോസ്പിറ്റലുകൾ ചേർന്ന് ഉള്ള ആവറേജ് ബർത്ത് എന്ന് പറയുന്നത് 7 ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അപ്പോൾ നമുക്കറിയാം എക്സ് എന്ന് പറയുന്നതാണ് എ എന്ന് പറയുന്ന ഹോസ്പിറ്റലിലെ നമ്പർ ഓഫ് ബർത്ത് എന്ന് വിചാരിക്കാം. അതുപോലെ വൈ റെപ്രസെൻറ്റ് നമ്പർ ഓഫ് ബർത്ത് ഇൻ സെക്കൻഡ് ഹോസ്പിറ്റൽ. സോ ദാറ്റ് 2 റാൻഡം വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഫോളോസ് പോയ്സോൺ വിത്ത് പാരാമീറ്റർ λ1 ആൻഡ് വിത്ത് പാരാമീറ്റർ λ2. ഓക്കെ, λ1 എത്രയാണ്? λ1 ഇവിടെ തന്നിട്ടുണ്ട് 2.3. ഒന്നാമത്തെ ഹോസ്പിറ്റലിൻ്റെ ആവറേജ് ബർത്ത് റേറ്റ് 2.3, λ2 3.1 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടലിൻ്റെ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ ടോട്ടൽ എക്സ് പ്ലസ് വൈ, ടോട്ടൽ എക്സ് പ്ലസ് വൈ ഫോളോസ്, വീണ്ടും നമുക്കറിയാം അത് പ്രൂഫൊക്കെ ഉണ്ട്, നിങ്ങൾ പ്രൂഫ് പഠിക്കില്ല, വീണ്ടും നമുക്ക് പറയാൻ പറ്റും എക്സ് പ്ലസ് 5 ഈസ് ഓൾസോ പോയിസൺ വിത്ത് പാരാമീറ്റർ λ1 പ്ലസ് λ2. അതിൻ്റെ പ്രൂഫ് ഒന്നും നിങ്ങൾ പഠിക്കില്ല, പക്ഷെ നിങ്ങൾ ഈ റിസൾട്ട് പഠിച്ചു വെക്കുക. എന്താണ്? എക്സ് പി λ1 വൈ പി λ2 ആണ്, എക്സ് പ്ലസ് 5 പി λ1 പ്ലസ് λ2 ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സ് അവിടെ തന്നിട്ടുണ്ട്. എക്സ് ഈസ് ദ നമ്പർ ഓഫ് ബർത്ത് ഗിവൺ ഇൻ ഫസ്റ്റ് ഹോസ്പിറ്റൽ, വൈ ഈസ് ദ നമ്പർ ഓഫ് ബർത്ത് ഇൻ എ ഗിവൺ അവർ അറ്റ് ഹോസ്പിറ്റൽ ബി. ഓക്കെ, then x follows p0 2.3 and y follows Poisson 3.1. so x plus 5 follows. ഈ തിയറി പ്രകാരം എന്ത് പറയാം? രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. 3.1 പ്ലസ് 2.3 അത് എത്രയാണ്? 5.4. അങ്ങനെ ആകുമ്പോൾ അതിൽ ആ സമ്മിന് 7 ഇട്ടാണ് പ്രോബബിലിറ്റി എന്താണ്? ജസ്റ്റ് പി ഓഫ് എക്സ് പ്ലസ് 5 = 7 ഈക്വൽ ടു ഇ റൈസ് മൈനസ് 5.4 5.4 റൈസ് ടു 7 ബൈ 7 ഫാക്ടോറിയൽ. അപ്പോൾ നോക്കി എത്ര ട്രിക്കായിട്ടാണ് ഈ പോയെന്ന് നോക്കിയേ, വളരെ ട്രിക്കി ആയിട്ട് പോയി. അപ്പോൾ എക്സ് പ്ലസ് 5 = 7 ആകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.11999 എന്ന് കിട്ടി. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല രസമുള്ളൊരു പ്രോബ്ലമാണ്, നല്ലൊരു ആപ്ലിക്കേഷനാണ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരും ഭാവിയിൽ. ഒരു പ്രോബ്ലം കൂടി ഉണ്ട്, അതും കൂടി ഓക്കെ. ഇത് വേറെ പ്രോബ്ലം. സപ്പോസ് ഡിസീസ് എ ഒക്കേഴ്സ് വിത്ത് ഇൻസിഡൻസ് 1.7 per million അല്ലേ? അവിടെ വരുന്ന ഡിസീസ് 1.7, അതാണ് ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്, 1.7 per million. അതുപോലെ തന്നെ ഡിസീസ് ബി ഒക്കേഴ്സ് വിത്ത് ആൻ ഇൻസിഡൻസ് 2.9 per million. അങ്ങനെയാണ് ഇത് രണ്ടും കൂടി വരാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? എ അല്ലെങ്കിൽ ബി. അപ്പോൾ എയുടെയും ബിയുടെയും ടോട്ടൽ ആവറേജ് എടുക്കണം. ആ രണ്ടും കൂടി വരുന്ന കേസിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് എ ബി എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, അല്ലാതെ എ ഇൻറ്റു ബി അല്ല. ഈ രണ്ട് ഡിസീസിൽ ഏതെങ്കിലും ഒന്ന് വരാനുള്ള ഇവൻറ്റിന്, ഏതെങ്കിലും വരുന്ന ഇവൻറ്റിനെയാണ് എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എ ബി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സിറ്റി ഓഫ് 1 million പീപ്പിൾ ഹാസ് അറ്റ്ലീസ്റ്റ് 6 cases ഓഫ് എ ബി. അപ്പോൾ രണ്ട് ഡിസീസും എന്താണ്, ഈ രണ്ട് ഡിസീസും കൂടി വരാനുള്ള, അല്ലെങ്കിൽ ഈ രണ്ട് ഡിസീസിൽ ഏതെങ്കിലും ഒരു ഡിസീസ് അല്ലേ, അറ്റ്ലീസ്റ്റ് 6 പേർക്കെങ്കിലും വരാനുള്ള, 1 million പീപ്പിൾ എടുത്ത് കഴിയുമ്പോൾ അതിന് അറ്റ്ലീസ്റ്റ് 6 പേർക്കെങ്കിലും വരാനുള്ള പ്രോബബിലിറ്റി എന്താണ്? എ അല്ലെങ്കിൽ ബി. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ റേറ്റ് നമുക്ക് പറയാം, 1.7ൻ്റെയും 2.9ൻ്റെയും ആഡ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടി? 4.6 കിട്ടും.
അപ്പോൾ സെഡ് ഈക്വൽ ടു ഒരു റാൻഡം വേരിയബിൾ എടുത്ത് സെഡ് ഈക്വൽ ടു നമ്പർ ഓഫ് കേസസ് ഓഫ് എ ബി. മനസ്സിലായില്ലേ? എ ബി എന്ന് പറയുന്നത് നമുക്കറിയാം എ അല്ലെങ്കിൽ ബി ഒക്കർ ചെയ്യുക അല്ലേ, അത് വരാനുള്ള അത് ഉള്ള ആളുകളുടെ എണ്ണം നമ്പർ. ഓക്കെ, ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ഈ സെഡ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം പോയിസോൺ തന്നെയാണ്, 4.6 ആണ്. എക്സും വൈയും പോയിസോൺ ആണ്, എക്സ് പ്ലസ് വൈയും എന്താണ് പോയിസോൺ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ റിസൾട്ട് വെച്ച് നമുക്ക് പറയാം സെഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. സെഡ് എന്ന് പറഞ്ഞാൽ ഈ എ ഒക്കർ ചെയ്യുന്ന നമ്പറിൻ്റെയും ബി ഒക്കർ ചെയ്യുന്ന നമ്പറിൻ്റെയും സമ്മാണ്. അപ്പോൾ അതുകൊണ്ട് സെഡ് പോയിസോൺ വിത്ത് പാരാമീറ്റർ 4.6. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ 6 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6, അഥവാ ഡിസീസ് എ അല്ലെങ്കിൽ ഡിസീസ് ബി വരാനുള്ള ചാൻസ്, 6ൽ കൂടുതൽ ആളുകൾക്ക് വരാനുള്ള ചാൻസ് എന്താണ്? മനസ്സിലായില്ലേ? അപ്പോൾ ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ദാറ്റ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഓക്കെ, ദാറ്റ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ്, അല്ലെങ്കിൽ 1 മൈനസ് എന്താണ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എന്താണ്? സെഡിന് ഏതൊക്കെ വരാം? സെഡ് 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം. അപ്പോൾ 0യുടെയും 1ൻ്റെയും 2ൻ്റെയും 3ൻ്റെയും 4ൻ്റെയും 5ൻ്റെയും പ്രോബബിലിറ്റി അതങ്ങ് കുറയ്ക്കുക, ആ ടോട്ടൽ പ്രോബബിലിറ്റി കുറയ്ക്കുക. 0യുടെ പ്രോബബിലിറ്റി എന്താണ്? ഇ റേസ് ടു മൈനസ് 4.6 റേസ് ടു 0/0 ഫാക്ടോറിയൽ. 1ൻ്റെ പ്രോബബിലിറ്റി എന്താണ്? ഇ റേസ് ടു മൈനസ് 4.6 റേസ് ടു 1/1 ഫാക്ടോറിയൽ. 2ൻ്റെ പ്രോബബിലിറ്റി എന്താണ്? ഇ റേസ് ടു മൈനസ് 4.6 റേസ് ടു 2/2 ഫാക്ടോറിയൽ. 3യുടെ പ്രോബബിലിറ്റി ഇ റേസ് ടു മൈനസ് 4.6 റേസ് ടു 3/3 ഫാക്ടോറിയൽ. 4ൻ്റെ പ്രോബബിലിറ്റി ഇ റേസ് ടു മൈനസ് 4.6 റേസ് ടു 4/4 ഫാക്ടോറിയൽ. 5ൻ്റെ പ്രോബബിലിറ്റി ഇ റേസ് ടു മൈനസ് 4.6 റേസ് ടു 5/5 ഫാക്ടോറിയൽ. അപ്പോൾ ഇതാണ് പ്രോബബിലിറ്റീസ്. അപ്പോൾ ഈ പ്രോബബിലിറ്റീസ് എല്ലാവരുടെയും സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പോൾ അതിൽ ഇ റേസ് ടു മൈനസ് 4.6 കോമൺ ആയതുകൊണ്ട് എല്ലാത്തിൻ്റെയും പുറമെ ആ ഒരു സ്റ്റെപ്പ് മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഇ റേസ് ടു മൈനസ് 4.6 എല്ലാത്തിൻ്റെയും കൂടെ വേണം ശരിക്കും. ഓക്കെ, എനിവേ ദാറ്റ് ഈസ് സബ്സ്ട്രാക്റ്റഡ് ഫ്രം 1, and if you use the numerical calculator you can see that it is 0.314. The value is nothing but 0.314. അപ്പോൾ 1 മില്യൺ ആളുകളിൽ 6ൽ കൂടുതൽ ആളുകൾക്ക് ഈ 2 ഡിസീസ് വരാനുള്ള, ഈ 2 ഡിസീസിൽ ഏതെങ്കിലും ഒരു ഡിസീസ് വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.314 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം ആക്സിമാറ്റിക് അപ്രോച്ചിൻ്റെ പി ഓഫ് എ ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ കോമൺ എന്ന റിസൾട്ട് ഉപയോഗിച്ചു. അതുപോലെ തന്നെ പോയിസൺ മാസ് ഫംഗ്ഷൻ ഉപയോഗിച്ചു, സബ്സ്ട്രാക്ട് ചെയ്തു. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വളരെയേറെ യൂസ്ഫുള്ളാണ്. ഫിറ്റിംഗ് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിന്ന് എഴുതുക. ഞാനിപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുക, എന്നിട്ട് മോഡിൽ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുക കേട്ടോ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ചോദിക്കാണ്ട് ഇതുമായി ബന്ധപ്പെട്ട്